കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. വ്യാപാരികളിൽ നിന്ന് മരണമടഞ്ഞ 4 പേർക്കുള്ള ധനസഹായമാണ് വിതരണം ചെയ്തത്. എറണാകുളം ജില്ലാ ട്രഷറർ CS അജ്മൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആനുകൂല്യം ഒരു മണ്ഡലം അടിസ്ഥാനത്തിൽ കൊടുക്കുവാൻ മറ്റ് ഒരു നിയോജക മണ്ഡലവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുക എന്നുള്ളത് തന്നെ വലിയ ഒരു ദൈവാനുഗ്രഹം എന്നുള്ളത് തന്നെയാണ്. ഈ പദ്ധതി 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ചെറുതല്ല. നമുക്കറിയാം, ഒരു വ്യാപാരി, ഞാനടക്കമുള്ള നിങ്ങളും വീട്ടിൽ പോകുമ്പോൾ ഇന്നത്തെ കച്ചവടത്തിന് എത്ര രൂപ മാറ്റിവെച്ചിട്ടാണ് നാളെ കട തുറക്കണേന്ന് ചോദിച്ചാൽ പലരുടെയും കയ്യിലൊന്നും ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞ് നാളെ കട തുറന്ന് കച്ചവടത്തെ കിട്ടിയാലേ ചിലപ്പോൾ നാളത്തെ പൈസ നമുക്ക് കിട്ടും. ചിലപ്പോൾ 2 ദിവസം ഒന്നും കിട്ടാത്ത കച്ചവടം ചെയ്ത് നല്ലതുണ്ടാവും. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ അവിചാരിതമായി പലപ്പോഴും കച്ചവടക്കാരൻ്റെ മനസ്സിൽ മക്കളുടെ ആവശ്യങ്ങളുണ്ടാവും, അവൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുണ്ടാവും. ഇതെല്ലാം ഒരു തീയതി കുറിച്ച് മനസ്സിൽ ജീവിക്കുന്ന വ്യാപാരികളാണ്. അപ്പം നാളെ എന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് മരണപ്പെട്ട ഒരു സംഘടന ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് ഈ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയ്യുന്നത്. പദ്ധതിയിൽ അംഗങ്ങളായിരിക്കെ അന്തരിച്ച B. മനോഹരൻ, PM ഷൗക്കത്ത് അലി, KM അഗസ്റ്റിൻ എന്നിവരുടെ അവകാശികൾക്കാണ് ധനസഹായം വിതരണം ചെയ്തത്. പള്ളുരുത്തി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ അധ്യക്ഷത വഹിച്ചു. ഒരുപാട് ആശ്വാസം ഏകുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളിവിടെ ഒത്തുചേരുക. നമുക്കറിയാം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നിയോജക മണ്ഡലം 2023 ഡിസംബർ മാസത്തിൽ ആരംഭിച്ചത് ഏതാണ്ട് 3 വർഷക്കാലമായി ആലോചിച്ചു പോകുന്നൊരു പരിപാടി 2023 ഡിസംബറിലാണ് ഇത് ആരംഭിച്ചത്. എന്നാൽ അതിനുശേഷം 100 ദിവസത്തിന് ശേഷം മരണപ്പെടുന്നയാൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കുമെന്നുള്ള പ്രായപരിധിയില്ലാതെ ആർക്കും ചേരാവുന്ന തരത്തിലുള്ളൊരു പദ്ധതിയായിരുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ അത് ചേർന്നു. എങ്കിൽ പോലും ഈ കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് ചെല്ലാനൂട്ടിൽ നിന്ന് ശ്രീ KM അഗസ്റ്റിൻ, ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ശ്രീ സുലൈമാൻ, പനയപ്പള്ളിയിൽ നിന്നുള്ള ഷൗക്കത്ത് അലി, കോമ്പടിയിൽ നിന്നുള്ള ലില്ലി വർഗീസ്, ഒപ്പം തന്നെ പള്ളുരുത്തി നിന്നുള്ള മനോഹരൻ, CX ജോസഫ്, കിഴക്കോച്ചുള്ള സതീശൻ, കുമ്പടയിൽ നിന്നുള്ള VN രാജൻ ഉൾപ്പെടെ 8ഓളം പേരാണ് മരണപ്പെട്ടത്. ജില്ലാ സെക്രട്ടറി KA ജോസഫ്, മണ്ഡലം ജനറൽ സെക്രട്ടറി PC സുനിൽകുമാർ, ട്രഷറർ KV ആന്റണി, മണ്ഡലം വൈസ് പ്രസിഡന്റ് AS യേശുദാസ്, PM അഷ്റഫ്, S കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.